ഗൈസ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ 44 സൈസിലുള്ള കുർത്തിയുടെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പ്ലസ് സൈസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 32ഉം 36ഒക്കെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ 40 എബോവ് ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെങ്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിനിഷിങ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 45 ഇഞ്ചാണ് വരേണ്ടത്. അതായത് ഷോൾഡറും താഴെയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ ഫുൾ ലെങ്ത് എന്ന് പറയില്ലേ, അത് 45 ഇഞ്ച് വേണം. അപ്പോൾ നിങ്ങൾക്ക് സീമും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഫിനിഷിങ് ലെങ്ത് എത്രയാണെന്ന് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 8 ഇഞ്ചാണ് ഈ ഒരു സൈസിന് വരുന്നത്. ഞാൻ ആ ഒരു സൈസിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു സൈസിലെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതേപോലെ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അടുത്തത് ആം ഹോളാണ്. 7.5 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. പിന്നെ നമ്മൾ എഴുതുന്നത് ചെസ്റ്റിൻ്റെ സൈസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 44 സൈസാണ് ചെസ്റ്റ് വരുന്നത്. പിന്നീട് വേസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. വേസ്റ്റ് എത്ര ഇഞ്ചാണ് വരിക? 38 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ നമ്മളത് എന്തെങ്കിലും ഒരു അര ഇഞ്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ 1 ഇഞ്ച് ഷേപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു സൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹിപ്പ് 46 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇത്രയും അളവുകൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയലിലേക്ക് ഇത് മാർക്ക് ചെയ്യാമെന്ന് നോക്കണ്ടേ. അപ്പോൾ ഫിഗർ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ എപ്പോഴും ഞാൻ നേരത്തെ വരച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ അതേപോലെ തന്നെ വരച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ടൈം പോകും. അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യാം. ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള ലെങ്താണ്, ഫുൾ ലെങ്ത് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ 45 ആയിരുന്നു. നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇറക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടണേ. ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇറക്കം അവിടെ കിട്ടുമോ, ഫോൾഡ് പോർഷനിൽ കിട്ടുമോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് പോകാനായിട്ട്. ഫോൾഡഡ് പോർഷനിൽ നിന്ന് വേണം മാർക്ക് ചെയ്ത് തുടങ്ങാനേ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 8 ഇഞ്ചാണ്. അതായത് ഈ ഒരു ഫുൾ ലെങ്ത് വരില്ലേ, മേളത്തെ ആ ഒരു ഫുൾ ലെങ്താണ്, അത് 8 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. അതിൽ നെക്ക് പിന്നീടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. ഇനി അതിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 8ൽ നിന്ന് 4.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നെക്കിൻ്റെ ആദ്യം നിങ്ങൾക്ക് എത്ര വേണം നോക്കുക, എന്നിട്ട് ബാലൻസ് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ 3.5 നെക്കും 4.5 ഷോൾഡറും ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നെക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണോ അത് കൊടുക്കാം. റൗണ്ടോ സ്ക്വയറോ വിയോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ആം ഹോളാണ്. ആം ഹോൾ 7.5 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡറിൽ നിന്ന് നേരെ താഴത്തേക്ക് വരയ്ക്കുന്നതാണ് ആം ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 7.5 ഇഞ്ച്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെസ്റ്റിൻ്റെ പോർഷനാണ്. ഓക്കെ. ചെസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇവിടെ ആയിട്ടല്ലേ, ഈ ഒരു ലൈൻ, അതാണ് ചെസ്റ്റിൻ്റെ പോർഷൻ. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 44 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ മാർക്ക് ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ചെസ്റ്റും വേസ്റ്റും ഹിപ്പും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 4 വെച്ച് ഡിവൈഡ് ചെയ്യും, അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 44 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടുക. 11.5 നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് എടുക്കാം. പിന്നെ 1.5 ഇഞ്ച് സീം എലവൻസും കൂടെ കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാത്തിനും കൊടുക്കണം. വേസ്റ്റിന് നമ്മൾ ഇതേപോലെ ലൂസ് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 10 ഇഞ്ചാണ്. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ 0.5 ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റൗണ്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും ലൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ള് നമ്മൾ സീം എലവൻസിന് വേണ്ടിയിട്ടുള്ള ഡോട്ടഡ് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ 1.5 ഇഞ്ച് വെച്ചിട്ട് സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി വേസ്റ്റിൻ്റെ 10 ഇഞ്ചും ഹിപ്പിനൊരു 12 ഇഞ്ചുമാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സീം എലമെൻറ്റ്സ് നിങ്ങൾ വിട്ടു പോകരുത് മാർക്ക് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ആ ഒരു കറക്റ്റ് സൈസിലാണ് നമ്മൾ കട്ട് ചെയ്യുക അല്ലേ. നിങ്ങളിപ്പോൾ അളവെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കറക്റ്റ് സൈസിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ലൂസ് വേണം. പിന്നെ അല്ലാണ്ട് നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സീം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും, തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുമല്ലോ, അതും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ വേസ്റ്റും ഹിപ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ ആ ഒരു ഫ്ലെയറിൻ്റെ പോർഷനുണ്ട്, അവിടെ ഒരു 13 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടോപ്പിൻ്റെ പോർഷനിൽ വരുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. കുർത്തിയുടെ പോർഷനിൽ വരുന്ന മെഷർമെൻറ്റ്സ് ആണ് വരുന്നത് ഇത്രയേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് സ്ലീവിൻ്റെ പോർഷനാണ്. സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് അറിയില്ല എന്നുള്ളവർക്ക് ഞാൻ സെപ്പറേറ്റ് ആ കർവൊക്കെ വരയ്ക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ 10.5 വരുന്നത്. അതിനൊരു ഇക്വേഷനുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ലീവിൻ്റെ വീഡിയോ വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് ഒരു 18 ഇഞ്ചാണ്. ഞാനപ്പോൾ 3/4 അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ലെങ്ത് നിങ്ങൾക്ക് കൊടുക്കാം. കൈക്കുഴിയുടെ പോർഷനിൽ 3.5 ആണ് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ഇഞ്ച് കർവിൻ്റെ പോർഷനിൽ കുഴിച്ച് വരയ്ക്കാനുണ്ട്. പിന്നെ ഉള്ളത് താഴത്തെ പോർഷൻ കൈയുടെ വണ്ണമാണ്. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചേഞ്ച് ഉണ്ടാവാം, അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അളവെടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പിന്നെ ഇട്ട് നോക്കിയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ചെറിയ ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ 44 സൈസ് കുർത്തി കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെയും വീഡിയോസൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, ഇഷ്ടമാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.